അപ്പോ ഇങ്ങനെയൊക്കെ വ്യക്തമായാലും ഞാൻ ഇബാദല്ലാ അലിമൂനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ യാ ഇബാദല്ലാ അലിമൂനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ അള്ളാന്റെ അടിമകളെ പിന്നെ എന്നെ സഹായിക്കുകയും എന്ന് വിളിച്ചു പറയാം. അപ്പൊ ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് അത് ഉദ്ധരിച്ച ഹദീസ് വഴീഫാണ് എന്ന് സക്കരിയ സലാഹി പറഞ്ഞപ്പോ പിന്നെ വേറെ ഹദീസുണ്ട് അതിനെപ്പറ്റിയാണ് ഇൻകാറുഹു കിതാബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നേ കാലം സഹിയാണുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞതോ അതിനെ പറഞ്ഞിട്ട് ഒന്ന് സഹിയാന്ന് പറഞ്ഞത് അപ്പം അംഗീകരിച്ചല്ലോ, അത്രയെങ്കിലും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനില്ല ശ്രമിക്കാറുള്ളത്. ഇന്ന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തൊരാൾ ചെന്നത് അവിടെ ചെന്നുപെട്ടാൽ അവിടെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാ ഇവാദല്ല അഴിയൂന്നി അള്ളാന്റെ അടിയാളുകളെ അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് അറിയാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാകും അവിടെയാണ്. അത് പാത്രത്തിൽ ആരൊക്കെ ഉണ്ടാകാം? മനുഷ്യനെ സഹായിക്കാൻ പടച്ചോൻ ഏർപ്പെടുത്തിയിട്ടുള്ള മലയാളിക്കത്തുണ്ട്, ഹഫവത്തുണ്ട്. അവരുടെ സഹായം നമുക്ക് കിട്ടിയെന്ന് വരും. ഇതേപോലെ തന്നെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നുപെട്ടു, ആരും നോക്കിയിട്ട് കാണാനല്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടാകാൻ മതി. ആ മന്ദിരയോ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു നിർവഹിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടാൽ ഇയാൾക്ക് അറിഞ്ഞുകൂടാത്ത ഇയാളെ കാണാത്ത ഏതെങ്കിലും മനുഷ്യന്മാരവരുടെ സഹായം കിട്ടുന്നത്. ഇതെന്ത് കണ്ടാലും ഏത് കേട്ടാലും അതൊക്കെ മരിച്ചവരാണ്, അതൊക്കെ മരിച്ചോര് കാണും, മരിച്ചോര് കേൾക്കും, മരിച്ചോരെ വിളിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലാണ് എന്തിനാണ് അർത്ഥം വെക്കുന്നത്? അങ്ങനെയല്ലല്ലോ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ തന്നെ ഹഫവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ജിന്നുകൾ ഉണ്ടാവുന്ന എന്നാലും മരിച്ചോട് നല്ല മരിച്ച മലക്കുന്നല്ലോ, മരിച്ച ജിന്നിയൊന്നുമല്ല. നേരെ മറിച്ച് ഈ വിളി കേൾക്കുന്ന ജിന്നുകൾ ഉണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്കുകൾ ഉണ്ടാകും എന്നല്ലേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഞാൻ അതിന്റെ സനദിലേക്കും അതേപോലെ തന്നെ അതിന്റെ ആ വിഷയങ്ങളിലേക്കും പ്രവേശിക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ പറയുന്ന വിഷയത്തിനായി തെളിയുകേ അല്ല. നിങ്ങൾ കാണാത്ത അള്ളാന്റെ അടിമകളുണ്ടാവും. അതുകൊണ്ട് ചെന്നുപെട്ടാല് പിന്നെ മണ്ടേരിയോ അല്ലെങ്കിൽ അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് ഞങ്ങൾക്ക് പറയാവുന്നതാണ് എങ്കിൽ ആ പറച്ചിൽ മരിച്ച ഏതെങ്കിലും ഒരു ശേഷിന്റെ പേര് വിട്ടിട്ട് മതിങ്ങളെ രക്ഷിക്കുക, അല്ലെങ്കിൽ അമ്പർത്തങ്ങളെ രക്ഷിക്കും, അതല്ലെങ്കിൽ പിന്നെ മൊഴിശീലയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നതിനൊരു തെളിവല്ല. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ കാണാത്ത ആളുകൾ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉണ്ടാവും എല്ലാം അവിടെ ഉണ്ടാവും. അല്ലാതെ മരിച്ചവരോട് പ്രാർത്ഥിച്ചവരിലേക്ക് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആ ഒരു തെളിവും ആരോട് പിന്നെ നമ്മൾ കാണാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം, നമ്മൾ അറിയാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം. നമുക്ക് അങ്ങനെ സഹായം ലഭിച്ച ആളുകളാണ് എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സ്വന്തം വകയാണ്. അത് പറഞ്ഞതൊന്നുമില്ല. അത് ശൗക്കാനും പറഞ്ഞിട്ടില്ല. മരിച്ച ആളുകൾ നിങ്ങളെ സഹായിക്കും എന്നതൊന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് പിന്നെ കുറേ അധികം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ പരാമർശിച്ചിട്ടുള്ളത്.